അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. നമ്മൾ പറഞ്ഞു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, ബൈനോമിയൽ പറഞ്ഞു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഇതൊക്കെ എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഒരു പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ആണ്, പോയിസോൺ ആണെന്ന് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ ആ പോപ്പുലേഷനിൽ നിന്നും ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് സാമ്പിളിനെ എസ്റ്റിമേറ്റ് ചെയ്യും. സാമ്പിൾ പാരാമീറ്റേഴ്സ്, സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എസ്റ്റിമേറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ജനറലൈസ് ചെയ്തത് ആ ഒരു പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഇപ്പോൾ സാമ്പിൾ, എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്, അതൊക്കെ നോക്കാം. The probability distribution discussed in the preceding chapters will yield probabilities of the events of interest, provided that the form of the distribution and the values of its parameters are known in advance. In practice, the form of the distribution and its associated parameters have to be estimated from the data collected in connection with the investigator under consideration. അപ്പോൾ നമ്മൾക്ക് ഈ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സാമ്പിൾ കളക്ട് ചെയ്യണം. ഈ പർട്ടിക്കുലർ പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്യണം. Very often, the agreement between the mathematical theory developed and the real-life situation has to be tested on the basis of observation of any phenomenon in practice. This requires the study of samples which are taken from any population. A population, അപ്പോൾ എന്താണ് ഒരു പോപ്പുലേഷൻ ആണ് പറയുന്നത്? A population is an aggregate of elements which may possess one or more number of characteristics. If we consider only one characteristic, then by the statistical population we mean a collection of numerical observations enumerated or estimated with respect to that characteristics from each and every element of the group under the topic of investigation. നമ്മളിപ്പം നമ്മളുടെ പോപ്പുലേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ ആണെങ്കിൽ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുക. നമ്മൾ ഇപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഞാൻ എടുക്കുന്നത് ദ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഫോളോ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം സാമ്പിൾ എടുത്ത് സാമ്പിൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദ പോപ്പുലേഷൻ മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്, റിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ. പോപ്പുലേഷൻ ഫൈനൈറ്റ് ആകാം, ഇൻഫൈനൈറ്റ് ആകാം, റിയൽ ആകാം, ഹൈപ്പോത്തറ്റിക്കൽ ആവാം. Any population of the type defined above can be considered as the set of admissible values of a random variable. The distribution of this random variable is called distribution of the population. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ് എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ ആ എക്സ് ഫോളോ ചെയ്യുന്ന ആ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ആ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Now we are interested with the study of population characteristics based on a sample taken from the population. The process of making inference about the population based on samples taken from it is called statistical inference or inferential statistics. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പാർട്ടാണ്. അതെന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ എടുത്തുകൊണ്ട് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻഫറൻസ് അബൌട്ട് എ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദ സാമ്പിൾ ടേക്കൺ ഫ്രം ദ population. It's called statistical inference or inferential statistics. We have already discussed the sampling theory, which deals with the methods of selecting samples from the given population. The sample selected should be such that it's capable of exhibiting the characteristic of the population. അപ്പം നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് പോപ്പുലേഷൻ ആയിരിക്കണം. പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ ഉണ്ടാവുന്ന ഒരു സാമ്പിൾ ആയിരിക്കണം. If x1, x2, etc. xn are independent and identically distributed random variables, we say that they constitute a random sample from the population given by their common distribution. According to this definition, a random sample x1, x2, etc. xn of size n is a collection of random variables x1, x2, etc. xn such that the variable xi are all independent but identically distributed as the population random variable x. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു സാമ്പിൾ എടുക്കുകയാണ്. x1, x2, etc. xn എന്ന് പറയുന്ന സാമ്പിൾ എടുക്കുകയാണ്. ആ വാല്യൂസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒബ്സർവേഷൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ ഫ്രം ദ റെപ്പിറ്റേഷൻ ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് IAD റാൻഡം വേരിയബിൾസ്. വി ക്യാൻ ജസ്റ്റിഫൈ ദിസ് ഇൻ്റർപ്രിറ്റേഷൻ ബൈ മീൻസ് ഓഫ് സൂട്ടബിൾ എക്സാമ്പിൾസ്. നമുക്ക് പാരാമീറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലേ. ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനിലുള്ള ആ ഒരു കോൺസ്റ്റൻസിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്.
നമ്മൾ പറഞ്ഞു പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഡിസ്കസ് ചെയ്തു. എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ ലാംഡയാണ് പാരാമീറ്റർ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്നും പിയും ആയിരുന്നു പാരാമീറ്റർ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂവും സിഗ്മ സ്ക്വയറും ആയിരുന്നു പാരാമീറ്റർ. അങ്ങനെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനിലുള്ള കോൺസ്റ്റൻസിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിലെ എന്താണ് ഫോളോ ചെയ്യുന്ന സാമ്പിളിംഗ് എന്നുവെച്ചാൽ സാമ്പിൾ വാല്യൂസ് ഉണ്ടാവില്ല, x1 x2 എക്സെട്ര xn. ഈ സാമ്പിളിൻ്റെ ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾ ഉണ്ടാവില്ല, x1 x2 എക്സെട്ര xn. ഇതിൻ്റെ x1 x2 എക്സെട്ര xnൻ്റെ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ x1 x2 എക്സെട്ര xn ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ x ബാർ എന്താണ്? സമ്മേഷൻ xi/n. സമ്മേഷൻ xi/n എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x1 x2 എക്സെട്ര xn ആണ്. അതുകൊണ്ട് x ബാർ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും. Any measure calculated on the basis of a population values is called parameter. For example, population mean mu, population standard deviation sigma, population variance sigma square, population correlation coefficient rho, etc. The word parameter is being used here in a broad sense. In a narrow sense, a parameter is a measure that occur in the probability distribution of the random variable. For example, lambda is the parameter of a Poisson distribution. Mu and sigma are the parameters of normal distribution. Statistical inference are usually based on statistics, that is, on random variables x1, x2, etc., xn, constituting a random sample. In other words, any measure computed on the basis of sample value is called a statistic. Any measure computed on the basis of sample value is called a statistic. നമ്മൾ ഈ സാമ്പിൾ വാല്യൂ ഉപയോഗിച്ച് എടുക്കുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സാമ്പിൾ മീൻ, sample standard deviation, sample variance and sample correlation coefficient, etc. ഇനി എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. We can see that the population elements included in different samples from the same population may be different. So the value of statistic itself is liable to vary from one sample to another. നമ്മൾ ഓരോ സാമ്പിൾ നമ്മൾ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഒരു 5 സാമ്പിൾ എടുത്തു. ഫസ്റ്റ് സാമ്പിൾ, സെക്കൻഡ് സാമ്പിൾ, അങ്ങനെ 5 സാമ്പിൾ. ഫസ്റ്റ് സാമ്പിളിൻ്റെ സാമ്പിൾ മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, സെക്കൻഡ് സാമ്പിളിൻ്റെ സാമ്പിൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ 5 സാമ്പിൾ മീൻ ഉണ്ടാവും. ഈ 5 സാമ്പിൾ മീനും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഏതാണ് പോപ്പുലേഷൻ മീനിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോ ദ വാല്യൂ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക് itself is liable to vary from one sample to another. Thus, if a number of samples, each of size n, are taken from the same population, and if each sample, if the value of the statistic is calculated, a series of values of the statistic will be obtained. നമ്മൾ പറഞ്ഞ പോലെ 5 സാമ്പിൾ എടുത്ത് കഴിഞ്ഞിട്ട് 5 സാമ്പിൾ മീൻ ഉണ്ടാവും. If the number of samples is large, these may be arranged into a frequency table. The frequency distribution of the statistic that would be obtained if the number of samples, each of the same size, were large is called the sampling distribution of the statistic. അങ്ങനെ ഈ സാമ്പിൾ സൈസ് നമ്മൾ ലാർജ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ സ്റ്റാറ്റിസ്റ്റിക് കിട്ടും. x1 ബാർ കിട്ടും. ഫസ്റ്റ് സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് സാമ്പിൾ മീൻ x1 ബാർ, സെക്കൻഡ് സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് x2 ബാർ, അങ്ങനെ xn ബാർ കിട്ടും. ഇതിനെയാണ് നമ്മൾ, ഈ കളക്ഷനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. In the case of random sampling, the nature of the sampling distribution of a statistic can be deduced theoretically, provided the nature of the population is given. From consideration of probability theory, let x1, x2, etc., xn be a random sample taken from the population under investigation. We can consider the random observations are independent random variables x1, x2, etc., xn, following the same distribution of the population. Let t equal to g of x1, x2, etc., xn. നമ്മൾ t എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് x1, x2, etc., xn ആയിട്ട് എടുക്കുന്നു. ബീങ് എ ഫംഗ്ഷൻ ഓഫ് ദീസ് റാൻഡം വേരിയബിൾസ് ഇസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. ഈ പറയുന്ന ടിയും അഗെയിൻ എന്തായിരിക്കും? ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ഈ ടി എന്ന് പറയുമ്പം ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റ് സാമ്പിൾ, സെക്കൻഡ് സാമ്പിൾ, അങ്ങനെ 5 സാമ്പിൾ എടുക്കുമ്പം നമുക്ക് 5 സാമ്പിൾ മീനാണ് കിട്ടുന്നത് അല്ലേ? 5 ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം 5 ഡിഫറെൻ്റ് ആകുമ്പം അതിൽ തന്നെ ഒരു വേരിയേഷൻ വന്നു. സോ ഈ x1 ബാർ, x2 ബാർ, എക്സെട്ര xn ബാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയബിളാണ്, ഇറ്റ്സ് എ റാൻഡം വേരിയബിൾ. In other words, by a sampling distribution we mean the distribution of a statistic. If t is a statistic, its sampling distribution is usually denoted by f of t.
അപ്പം സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടി ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണെങ്കിൽ അതിനൊരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അത് നമ്മൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. The sampling distribution of one sample differ from the sampling distribution of another even if both are defined on the same sample. The determination of the sampling distribution of a statistic depends on the selection procedure of the sample, the size of the sample and the distribution of the population. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് എറർ? The standard deviation of the sampling distribution of a statistic is called standard error of the statistic. ഇപ്പോൾ ടി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. ടിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എഫ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും അല്ലേ? പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എറർ. ഇഫ് ടി ഈസ് എ സ്റ്റാറ്റിസ്റ്റിക് വിത്ത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് ടി, ദ സ്റ്റാൻഡേർഡ് എറർ എസ് ഇ ഓഫ് ടി ഈസ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് ടി. യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് എറർ. Standard error plays very important role in the large sample theory and forms the basis of testing hypothesis. Since standard error is inversely proportional to the sample size n, it's very helpful in the determination of the proper size of the sample to be taken to estimate the parameters. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എററും സാമ്പിൾ സൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സാമ്പിളിൽ എത്ര സൈസ് വരെ ആക്കാം, സാമ്പിൾ സൈസ് എത്ര വരെ ആയാൽ നമുക്ക് പാരാമീറ്റർ കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് എ ഗിവൺ ഹൈപ്പോത്തസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മളിനി പറയും, അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് എറർ ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് എ സാമ്പിൾ. ദ റെസിപ്രോക്കൽ ഓഫ് സ്റ്റാൻഡേർഡ് എറർ ഈസ് എ മെഷർ ഓഫ് റിലയബിലിറ്റി ഓഫ് ദ സാമ്പിൾ. ഒരു സാമ്പിൾ എത്രത്തോളം റിലയബിൾ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നാലാമത്തെ, സ്റ്റാൻഡേർഡ് എറർ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ കോൺഫിഡൻസ് ലിമിറ്റ് ഓഫ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. നമ്മൾ ഇനി പറയും, നമുക്ക് പഠിക്കാനുള്ള എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് ടെസ്റ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ എസ്റ്റിമേഷനിൽ രണ്ട് തരത്തിൽ എസ്റ്റിമേഷൻ ഉണ്ട്, പോയിൻ്റ് എസ്റ്റിമേഷനും ഇൻ്റർവൽ എസ്റ്റിമേഷനും. ഒരു പാരാമീറ്റർ നമുക്ക് രണ്ട് തരത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യാം, പോയിൻ്റ് എസ്റ്റിമേറ്റ് ചെയ്യാം, ഇൻ്റർവൽ എസ്റ്റിമേറ്റ് ചെയ്യാം. ഈ സ്റ്റാൻഡേർഡ് എറർ കൊണ്ടാണ് നമ്മൾ ഇൻ്റർവൽ എസ്റ്റിമേറ്റ് നടത്തുന്നത്. ഹിയർ വി ഡിസ്കസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ 2 ഹെഡിങ്സ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് sampling distribution of small samples drawn from normal distribution, sampling distribution of large samples drawn from any large population. കൺവെൻഷനലി ബൈ ഒരു സ്മോൾ സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ആ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണെങ്കിൽ അതിനെ സ്മോൾ സാമ്പിൾ എന്നും പറയും, ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ അതിനെ ലാർജ് സാമ്പിൾ എന്നും പറയും. ഇങ്ങനെയാണ് സ്മോൾ സാമ്പിൾ ലാർജ് സാമ്പിൾ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണെങ്കിൽ സ്മോൾ സാമ്പിൾ, സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ അതിനെ ലാർജ് സാമ്പിൾ എന്ന് പറയും. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ പറയുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്മോൾ സാമ്പിൾസ്. ലെറ്റ് x1, x2, etc. The probability distribution of statistic computed from small samples drawn from a normal population are discussed here. Being a small sample, we get exactly probability distribution of the statistic or exact sampling distribution. അപ്പോൾ നമ്മളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും സ്മോൾ സാമ്പിൾ എടുക്കുന്നു, എന്നിട്ട് ആ സാമ്പിളിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുന്നു, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക് നോക്കുന്നു, ആ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് പറയുന്നു. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ. സാമ്പിൾ മീൻ എന്ന് പറയുന്നൊരു സ്റ്റാറ്റിസ്റ്റിക്കാണ്. എക്സ് ബാർ എന്ന് പറയുന്നൊരു സ്റ്റാറ്റിസ്റ്റിക്കാണ്. അപ്പോൾ എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷനാണെന്ന് നോക്കാം. ദാറ്റ് x1, x2, etc. xn be a random sample of size n drawn from n mu sigma സ്ക്വയർ എന്ന് പറയാം, n mu sigma എന്നും പറയാം. അപ്പം നോർമൽ പോപ്പുലേഷൻ എടുക്കുന്നൊരു സാമ്പിളാണ് x1, x2, etc. xn. ലെറ്റ് x bar be the sample mean. To find the probability distribution of x bar, we shall use the MGF technique. നമ്മൾ MGF യൂസ് ചെയ്തുകൊണ്ടാണ് എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്. We can consider the random observation as independent and normally distributed random variables, each having the same normal law n mu sigma. നമുക്കറിയാം x1, x2, etc. xn എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെടുത്ത റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ x1 ഫോളോ n mu sigma സ്ക്വയർ ആണ്, x2 ഫോളോ n mu sigma സ്ക്വയർ, അപ് ടു xn ഫോളോ n mu sigma സ്ക്വയർ ആണ്. അപ്പം ഒരു പെർട്ടിക്കുലർ xi എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് n mu sigma സ്ക്വയർ ആണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? e raised to mu t plus half t സ്ക്വയർ സിഗ്മ സ്ക്വയർ. അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പം mxi ഓഫ് t, അപ്പം ഓരോ റാൻഡം വേരിയബിളിൻ്റെയും
മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ mxy എന്താണ് e raised to mu t plus half t square sigma square. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് mx bar of t ആണ്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എക്സ് ബാർ. mx bar of t നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബാർ എന്താണ് സമ്മേഷൻ xi ബൈ n ഓഫ് ടി എന്നുവെച്ചാൽ m ഓഫ് സമ്മേഷൻ xi ഓഫ് ടി ബൈ n. അപ്പോൾ നമുക്കിവിടെ അഡിറ്റീവ് പ്രോപ്പർട്ടി x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് MGF യൂസ് ചെയ്തിട്ട് നമുക്കതിനെ പ്രോഡക്റ്റ് ഫോമിൽ എഴുതാം. പ്രോഡക്റ്റ് ഓഫ് mxi ഓഫ് ടി എൻ. പ്രോഡക്റ്റ് ഓഫ് mxi ഓഫ് ടി ബൈ എൻ എന്താണെന്ന് ഇവിടെ കൊടുക്കുക. നമ്മൾ ഇതെല്ലാം എന്താണ് ഐഡൻറ്റിക്കലാണ്. സോ നമുക്ക് പ്രോഡക്റ്റ് i ഫ്രം 1 to n ഓൾ പവർ n എന്ന് എഴുതാം. ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും? mx bar of t എന്ന് പറയുന്നത് e raised to mu t plus half t square into sigma square by n ആണ്. അപ്പം xi ഫോളോ n mu sigma square ആണെങ്കിൽ xiൻ്റെ MGF e raised to mu t plus half t square sigma square ആണ്. ഇവിടെ എക്സ് ബാറിൻ്റെ എന്താണ് MGF കിട്ടിയേക്കുന്നത് e raised to mu t plus half t square സിഗ്മ സ്ക്വയർ അല്ല, സിഗ്മ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് സിഗ്മ സ്ക്വയർ ബൈ n ആണ്. അപ്പോൾ എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് n നോർമൽ വിത്ത് മീൻ മ്യൂ തന്നെ, വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n ആണ്. എക്സ് ബാർ ഫോളോ നോർമൽ വിത്ത് മ്യൂ, വേരിയൻസ് മ്യൂ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ബൈ റൂട്ട് n. അപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഒരു ഒരു സ്മോൾ സാമ്പിൾ നമ്മൾ നോർമൽ പോപ്പുലേഷനിൽ നിന്നും എടുക്കുകയാണെങ്കിൽ എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് n മ്യൂ സിഗ്മ ബൈ റൂട്ട് n ആണ്. Note, when x bar is the mean of sample of size n drawn from a population which is not normal, the sampling distribution of x bar can be approximated as normal using central limit theorem. നമ്മളിപ്പോൾ x1 x2 xn എടുക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നല്ല, നമ്മൾ വേറെ ഏതോ ഒരു ഡിസ്ട്രിബ്യൂഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ എക്സാക്ട്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എക്സ് ബാർ അപ്രോക്സിമേറ്റ്ലി follow normal distribution with the mean mu and variance sigma square by n by using central limit theorem. Central limit theorem യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. In the case of normal population, the distribution of x bar is normal n mu sigma by root n for any sample size n. എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ബാറിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മ്യൂ, വേരിയൻസ് ഓഫ് എക്സ് ബാർ സിഗ്മ സ്ക്വയർ ബൈ n ആണെന്ന്. അപ്പോൾ നമ്മൾ ആ PDF ഒന്ന് എഴുതി നോക്കുകയാണ്. എഫ് ഓഫ് എക്സ് ബാർ ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ എന്തായിരുന്നു? സിഗ്മ ബൈ 1 ബൈ സിഗ്മ റൂട്ട് 2 പൈ ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇവിടെ നമ്മൾ സിഗ്മയ്ക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? സിഗ്മ ബൈ റൂട്ട് n ആണ് കൊടുക്കേണ്ടത്. അതാണ് 1 ബൈ സിഗ്മ റൂട്ട് 2 പൈ റൂട്ട് n ഉണ്ട്. ഇ റൈസ് ടു മൈനസ് എക്സിന് പകരം എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ആയിരുന്നു അവിടെ, പക്ഷേ ഇവിടെ എന്താ 2 സിഗ്മ സ്ക്വയർ ബൈ n ആണ് വേണ്ടത്, എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട്. ഇനി അടുത്തത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. കാൾ പിയേഴ്സൺസ് ഇൻ അബൌട്ട് 19,000 ഡിസ്ക്രൈബ് ദ വെൽ നോൺ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈ സ്ക്വയർ. കൈ സ്ക്വയർ ഈസ് എ റാൻഡം വേരിയബിൾ യൂസ്ഡ് ആസ് എ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. Let a random sample x1, x2, etc. xn be taken from a normal population with mean mu and variance x sigma square. അപ്പോൾ x1, x2, etc. xn എന്ന് പറയുന്നത് നമ്മൾ നോർമൽ പോപ്പുലേഷൻ എടുക്കുന്ന ഒരു സാമ്പിളാണ്. ദാറ്റ് ഈസ് xi ഫോളോ n mu sigma square. We define chi-square statistic as a sum of the square of standard normal variate. അപ്പോൾ നമ്മൾ എടുക്കുന്ന chi-square statistic എന്ന് പറഞ്ഞ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ xiനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. ഒരു വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ xi എന്ന് പറയുന്ന വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ xi ഫോളോ ചെയ്യുന്നത് n മ്യൂ സിഗ്മ സ്ക്വയർ ആണെന്നറിയാം. xiൻ്റെ മീന് മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. നമ്മൾ ഈ xiനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പം xiനെ എന്താണ്? xiയിൽ നിന്നും മീൻ കുറച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നുവെച്ചാൽ xi മൈനസ് മ്യൂ ബൈ സിഗ്മ. xiൻ്റെ മീൻ എന്താണ്? മ്യൂ ആണ്. അപ്പോൾ xiയിൽ നിന്ന് മീൻ സബ്ട്രാക്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സിഗ്മ. ഈ xi മൈനസ് മ്യൂ എന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ചെയ്യും. xi മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയറുകൾ എടുക്കും, ആഡ് ചെയ്യും. ഇതിനെയാണ് കൈ സ്ക്വയർ വേരിയേറ്റ് എന്ന് പറയുന്നത്. ഫോർ ഡിറ്റർമൈനിങ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് കൈ സ്ക്വയർ വേരിയേറ്റ് വി ഷോൾ ഫൈൻഡ് ദ MGF ഓഫ് കൈ സ്ക്വയർ വേരിയേറ്റ്. അപ്പം നമുക്ക് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്താണ് എടുക്കുന്നത്? നമ്മൾ MGFൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം xi ഫോളോ n മ്യൂ സിഗ്മ സ്ക്വയർ ആണ്,
വി ഷോൾ ഫസ്റ്റ് ഫൈൻഡ് ദ MGF. അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ ഈ സ്റ്റാൻഡർഡൈസ് ചെയ്തതിനെ നമ്മൾ ZI എന്ന് വിളിച്ചു. ZI ഈക്വൽ ടു XI മൈനസ് മ്യൂ ബൈ സിഗ്മ. അപ്പോൾ ZI സ്ക്വയർ എന്താണ്? ZI സ്ക്വയർ ഈക്വൽ ടു XI മൈനസ് മ്യൂ ബൈ സിഗ്മ ഓൾ സ്ക്വയർ. ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്. അങ്ങനെയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ZI സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് e റൈസ് ടു ടി ZI സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e റൈസ് ടു ടി ZI സ്ക്വയർ. പിന്നെ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? നോർമൽ 1/σ√2π e റൈസ് ടു മൈനസ് 1/2 സിഗ്മ സ്ക്വയർ XI മൈനസ് മ്യൂ ഓൾ സ്ക്വയർ ഇൻറ്റു DXI. നമ്മളവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. XI മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് ZI കൊടുക്കും. സോ DXI ഈക്വൽ ടു സിഗ്മ ZI അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കോൺസ്റ്റൻസ് ഔട്ട് സൈഡ് എടുക്കും. പിന്നെ അപ്പോൾ എന്ത് വരും? 1/√2π e റൈസ് ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് 1/2 ZI സ്ക്വയർ ഇൻറ്റു 1 - 2t/dZI എന്ന് വരും. വീണ്ടും നമ്മൾ റൂട്ട് 1 - 2t ZIക്ക് UI എന്ന് കൊടുക്കും. ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടും? MZI സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നത് 1/√1 - 2t കിട്ടും. എന്ന് വെച്ചാൽ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ZI സ്ക്വയർ എന്ന് പറയുന്നത് 1 - 2t ഓൾ പവർ -1/2 കിട്ടും. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തിൻ്റെയാണ്? ZI സ്ക്വയറിൻ്റെ ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? സമ്മേഷൻ ഓഫ് ദി ZI സ്ക്വയറിൻ്റെ ആണ്. കൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ZI സ്ക്വയറിൻ്റെ. നമുക്കിവിടെ കിട്ടിയേക്കുന്ന ZI സ്ക്വയറിൻ്റെ മാത്രമാണ്. കൈ സ്ക്വയറിന് കണ്ടുപിടിക്കണമെങ്കിൽ സമ്മേഷൻ ZI സ്ക്വയറിന് കണ്ടുപിടിക്കണം. അപ്പോൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് കൈ സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ M ഓഫ് സമ്മേഷൻ ZI സ്ക്വയർ ഓഫ് ടി എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് MZI സ്ക്വയർ ഓഫ് ടി, പ്രോഡക്റ്റ് ഓഫ് 1 - 2t ഓൾ പവർ -1/2. അപ്പോൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് കൈ സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നത് 1 - 2t ഓൾ പവർ -n/2. നോട്ട് ദിസ് ഇസ് ദ MGF ഓഫ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഇത് നിങ്ങൾ പഠിക്കാത്തൊരു ഡിസ്ട്രിബ്യൂഷനാണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ MGF ആണ് 1 - 2t ഓൾ പവർ -n/2 എന്ന് പറയുന്നത്. അവിടുത്തെ പാരാമീറ്റർ പിയും എമ്മും ആണ്. ഗാമ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റർ പിയും എമ്മും ആണ്. അവിടുത്തെ പിക്ക് പകരമാണ് ഇവിടെ n/2, എമ്മിന് പകരം 2. അപ്പോൾ അത് കൊടുത്തെഴുതുമ്പം നമുക്ക് കിട്ടുന്നതാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ഈ കൊടുത്തേക്കുന്ന കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ് താഴെ കൊടുത്തേക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ പാരാമീറ്റർ n called the degrees of freedom. The chi-square statistic summation I from 1 to n xi minus mu by sigma all square is based on n degrees of freedom. അപ്പോൾ ഡെഫിനിഷൻ പോലെ കൊടുത്തേക്കുവാണ്. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കൈ സ്ക്വയർ അസ്യൂമിംഗ് വാല്യൂസ് ഫ്രം 0 to infinity is said to be follow a chi-square distribution with n degrees of freedom if its PDF is given by. അതെടുത്ത് എഴുതിയതേ ഉള്ളൂ. ഈ PDF നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇവിടെ എന്താണ് പാരാമീറ്റർ എന്ന് പറയുന്നത് n ആണ്. അതിന് തന്നെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. എക്സ് ഫോളോ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് നമ്മൾ പറയുക. പിന്നെ അതിൻ്റെ ഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. ഇനി മൊമെൻറ്റ്സ് കണ്ടുപിടിക്കണം. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കിട്ടി, മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. അല്ലെ മീൻ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ നിങ്ങൾ എക്സ്പെക്റ്റേഷൻ ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുക എന്നാണ് മീൻ ചെയ്തേക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ 0 to infinity. കൈ സ്ക്വയറിൻ്റെ റേഞ്ച് 0 to infinity ആണ്. ഇൻ്റഗ്രൽ 0 to infinity കൈ സ്ക്വയർ എഫ് ഓഫ് കൈ സ്ക്വയർ ഡി കൈ സ്ക്വയർ. നിങ്ങൾക്ക് എക്സ് വെച്ചിട്ടും ഇപ്പോൾ എക്സ് ഫോളോ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 0 to infinity എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. കൈ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുക. കോൺസ്റ്റൻസ് ഒക്കെ ഔട്ട് സൈഡ് എടുക്കുക. 0 to infinity e raised to minus x square by 2 chi square n by 2 plus 1 minus 1 d chi square. ഇതെന്ന് പറയുന്നത് ഇൻ്റഗ്രലുള്ളത് ഗാമ ഇൻ്റഗ്രലാണ്. ആ ഗാമ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് നിങ്ങൾ ഈ പ്രൂഫൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മീൻ എന്താണെന്ന് പഠിച്ചാൽ മതി. മീൻ ഈക്വൽ ടു n എന്ന് കിട്ടും. ഈ മീൻ എന്ന് പറയുമ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെയാണ് അതിൻ്റെ മീൻ എന്ന് പറയുന്നത് n. അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് 2n ആണ്. അപ്പം കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ പഠിക്കുക, മീൻ എന്താണെന്ന് പഠിക്കുക, വേരിയൻസ് എന്താണെന്ന് പഠിക്കുക. അപ്പം കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ പാരാമീറ്റർ n ആണ്. ഈ n തന്നെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മീൻ. വേരിയൻസ് എന്ന് പറയുന്നത് 2n ആണ്. പിന്നെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ 1 - 2t ഓൾ പവർ -n/2. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് പഠിക്കുക. കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ
xi മൈനസ് മ്യൂ ബൈ സിഗ്മ ഓൾ സ്ക്വയർ ആണ് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്. കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ നിന്നാണ് നമ്മൾ എങ്ങനെയാണ് ആ ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തുന്നത് നോക്കാം. എങ്ങനെയാണ് എത്തുന്നത്? ആദ്യം നമ്മൾ xi മൈനസ് മ്യൂ ബൈ സിഗ്മ ഓൾ സ്ക്വയറിനെ സെഡ് ഐ സ്ക്വയർ ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് സെഡ് ഐ സ്ക്വയർ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും. അതെന്ന് പറയുന്നത് ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ അതിൽ ഗാമ പാരാമീറ്റേഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മളത് ആ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. മീന് n ആണ്, വേരിയൻസ് 2n ആണ്, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ 1 - 2t ഓൾ പവർ -n/2 ആണ്. ഇനി നമുക്ക് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പോയിസോണിനും ബൈനോമിയലിലും പറഞ്ഞതുപോലെ തന്നെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനും അഡിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇഫ് chi1 സ്ക്വയർ ആൻഡ് chi2 സ്ക്വയർ ഹാവ് ഇൻഡിപെൻഡൻറ്റ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 ആൻഡ് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ ഇതിൻ്റെ സമ്മ് chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ ഫോളോ ചെയ്യുന്നത് എഗെയിൻ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 + n2 ആണ്. പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല. നോട്ട് നോക്കുക ഇവിടെ. ഇഫ് എക്സ് ഫോളോ എൻ മ്യൂ സിഗ്മ ആണെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് വെച്ചാൽ എക്സിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ n വിത്ത് 0 1 സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് 0ഉം വേരിയൻസ് 1ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഓൾ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ നോട്ട്, എക്സ് ഫോളോ എൻ മ്യൂ ആണെങ്കിൽ എക്സ് ബാർ ഫോളോ എൻ മ്യൂ സിഗ്മ ബൈ √n ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n ഫോളോ കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും.